ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഷെറിൻ തൻ്റെ പപ്പയുടെ സഹോദരിയാണെന്ന് മനസ്സിലാക്കിയ അലീന ഔതുക്കുട്ടിച്ചായനോട് തന്നെ കൂടി പുനലൂർക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. തൻ്റെ ബന്ധുക്കളെയെല്ലാം കാണാനും അവരോടൊപ്പം ഒരു ദിവസമെങ്കിലും ചെലവഴിക്കാനും തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അലീന ഔതുക്കുട്ടിച്ചായനെ അറിയിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ മറ്റു മക്കൾക്കൊന്നും അലീനയും സ്റ്റാൻലി ഏറ്റെടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഔതുക്കുട്ടിച്ചായന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അലീനയും കൂട്ടി അവരുടെ അടുത്തേക്ക് പോയാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഔതുക്കുട്ടിച്ചായന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നിരുന്നാലും അലീന ചോദിച്ചപ്പോൾ സ്റ്റാൻലി അതിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ഔതുക്കുട്ടിച്ചായൻ ഒഴിഞ്ഞു മാറി. പപ്പയുടെ സമ്മതം താൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ അലീന സ്റ്റാൻലിയുടെ മുറിയിലെത്തുന്നുണ്ട്. അലീനയുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. നിനക്കെന്താ ചോദിക്കാനുള്ളത്? മുഖവരെയൊന്നും എനിക്കിഷ്ടമല്ല, നേരെ വിഷയത്തിലേക്ക് വരണം. എനിക്ക് പപ്പയുടെ വീട്ടിലേക്കൊന്ന് പോകണം, പുനലൂർക്ക്. അത് കേട്ടതും സ്റ്റാൻലി തലവെട്ടിച്ച് അലീനയെ നോക്കുന്നുണ്ട്. അതൊന്നും ശരിയാവത്തില്ല, അവിടേക്കൊന്നും പോകണ്ട. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, പോയാൽ എന്താ പപ്പ? പപ്പയുടെ തറവാട് വീടല്ലേ അത്? ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന എനിക്ക് ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് ഇഷ്ടമല്ല. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. അലീന വിട്ടുകൊടുക്കാൻ ഭാവിച്ചിട്ടില്ല. അവൾ പറയുന്നുണ്ട്, അതെൻ്റെ വല്യപ്പച്ചൻ്റെ വീടല്ലേ പപ്പ, എനിക്കും അവിടെ ചെന്ന് എല്ലാവരെയൊക്കെ കാണണ്ടേ. അതിന് സ്റ്റാൻലി മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അയാൾ താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് മടങ്ങി. പപ്പയുടെ മറുപടിക്ക് വേണ്ടി അലീന അല്പം നേരം കാത്തു നിന്നു. സ്റ്റാൻലിക്ക് ഒരു കുലുക്കവുമില്ല. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവൾ മെല്ലെ ഡോറടിച്ച് പുറത്തേക്ക് പോയി. സമയം 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ആൻ്റപ്പൻ വന്ന് സ്റ്റാൻലിയെ വിളിച്ചു. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അലീന എവിടെ? കിച്ചണിലുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു സാബിനെ വിളിക്കാൻ. ഇത് കേട്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, സാധാരണ അവളാണല്ലോ എന്നെ വന്ന് വിളിക്കാറ്, ഇന്ന് എന്തു പറ്റി? അതും പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് എഴുന്നേറ്റ് ഊണുമുറിയിലേക്ക് എത്തി. ഭക്ഷണം മേശപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. ആൻ്റപ്പൻ പ്ലേറ്റുകളൊക്കെ എടുത്തു വെച്ച് കൊടുത്തു. ഉടനെ സ്റ്റാൻലിയുടെ നിർദ്ദേശം വന്നു, അപ്പച്ചനെയും അലീനയും പോയി ഭക്ഷണം കഴിക്കാൻ വിളിക്കും. ഇത് കേട്ട് അവരെ വിളിക്കുന്നതിനായി ആൻ്റപ്പൻ അകത്തേക്ക് പോയി. അല്പം സമയത്തിന് ശേഷം ഔതുക്കുട്ടിച്ചായൻ മാത്രം വന്നു. ഔതുക്കുട്ടിച്ചായനെ കണ്ടതും സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിങ്ങളാരും ഭക്ഷണം കഴിക്കുന്നില്ലേ? ഓ, ഞങ്ങൾ അല്പം സമയം കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. അലീനയുടെ ടൈം പീസ് ഇത്തിരി സ്ലോവാ. അതിലിപ്പോൾ 8 മണി ആയിട്ടേ ഉള്ളൂ. 8:30 ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ കളിയാക്കിയതാണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. അതേ നാണയത്തിൽ തന്നെ സ്റ്റാൻലി മറുപടി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ടൈം പീസ് ഒന്ന് കറക്റ്റ് ചെയ്താൽ പോരെ? ഇത് കേട്ട് ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഓ അതിൻ്റെ ആവശ്യമില്ലെന്നാ അവൾ പറയുന്നത്. സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. പുതിയ സമരമുറ ആരംഭിച്ചിരിക്കുകയാണ്. അല്ല, അപ്പോൾ അപ്പച്ചൻ കഴിക്കുന്നില്ലേ? ഞാൻ അവളുടെ കൂടെ തന്നെ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോകത്തില്ലേ? അതും സ്റ്റാൻലിക്ക് പിടികിട്ടി. രണ്ടുപേരും കൂടിയുള്ള ഒത്തുകളിയാണത്. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുകയാണ്, നീ കഴിച്ചോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. സ്റ്റാൻലി തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ സ്റ്റാൻലിക്ക് എന്തോ പോരായ്മ തോന്നി. ഇങ്ങനെയല്ല പതിവ്. തൻ്റെ അരികിൽ താൻ ഭക്ഷണം കഴിക്കുമ്പോൾ അലീനയും വന്നിരിക്കുമായിരുന്നു. അവളുടെ കൈകൊണ്ട് തന്നെ വിളമ്പി തന്ന് കഴിപ്പിക്കുമായിരുന്നു. എല്ലാത്തിലും അവളുടെ സ്നേഹപൂർണ്ണമായ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഫോർക്കും കത്തിയൊക്കെ അവൾ തന്നെ ഡൈനിങ് ടേബിളിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. സ്റ്റാൻലി ആഹാരം കഴിക്കുന്നത് പാതി വഴിക്ക് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോയി. ഇത് കണ്ട് ആൻ്റപ്പൻ പറയുന്നുണ്ട്, അയ്യോ കേണൽ സാബ് ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ആര് പറഞ്ഞു കഴിച്ചില്ലെന്ന്? എനിക്ക് വേണ്ടത്രയും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരുന്നപ്പോഴും സ്റ്റാൻലി തനിച്ചായിരുന്നു. അയാൾ ആൻ്റപ്പനോട് ചോദിച്ചു, രാവിലെ എപ്പോഴെങ്കിലും അവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ? ഉവ്വ, 9 മണിക്ക് രണ്ടുപേരും വന്ന് കഴിച്ചു എന്ന് ആൻ്റപ്പൻ പറയുന്നുണ്ട്. ആ ശരി. തുടർന്ന് സ്റ്റാൻലി തനിച്ചിരുന്ന് ഊണ് കഴിച്ചു. 3 മണിയായപ്പോൾ അയാൾ വന്ന് അലീനയെ വിളിച്ചു. ഡ്രൈവിംഗ് പഠിക്കാൻ പോണ്ടേ? അലീന പരിഭവത്തോടുകൂടി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറയുകയാണ്, വേണ്ട. ആഹാ, നീയല്ലേ എന്നോട് പറഞ്ഞത് ഡ്രൈവിംഗ് പഠിക്കണമെന്ന്? ഇപ്പോൾ എന്താ വേണ്ടാന്ന്? 2 ദിവസം സ്റ്റാൻലിയുടെ പിന്നാലെ നടന്ന് കെഞ്ചിയിട്ടാണ് അയാൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് അലീനയോട് സമ്മതിച്ചത്. അപ്പോൾ അലീന പറയുകയാണ്, ഇപ്പോൾ തോന്നുക ഒന്നും വേണ്ടാന്ന്. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നാ ശരി, വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് താല്പര്യമില്ലെങ്കിൽ പഠിക്കണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവിടെ നിന്ന് പോയി. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇനി അവൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമോ മോളെ? അലീനയ്ക്ക് അല്പം വിഷമം തോന്നി. അലീന ഔതുക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, വല്യപ്പച്ചൻ്റെ മോനെന്താ ഇങ്ങനെ? ഒരു മനസ്സലിവും ഇല്ലല്ലോ. ഞാൻ എത്ര സ്നേഹമായിട്ടാ പപ്പയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് വിളമ്പി കൊടുത്തത്. പപ്പയ്ക്കും വലിയ സന്തോഷമായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പം കണ്ടോ, ഞാൻ അടുത്തില്ലാതിരുന്നിട്ടും പപ്പ കഴിച്ച് എഴുന്നേറ്റ് പോയി. എന്തുമാത്രം സങ്കടത്തോടു കൂടിയാണ് ഞാൻ മാറി നിന്നതെന്ന് പോലും പപ്പ ചിന്തിക്കുന്നില്ല. ഇത് കേട്ട് ഔതുക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോളെ നീ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. ചില മനുഷ്യർ ഇങ്ങനെയാണ്.
ഒരു തരത്തിലും നമുക്ക് അവരെ ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത് മാത്രമേ ഒരു വഴിയുള്ളൂ. ഔതക്കുട്ടിച്ചായൻ അലീനെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ രാത്രി ഭക്ഷണത്തിന് മുമ്പ് സ്റ്റാൻലി അലീനയുടെ മുറിയിൽ വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ടൈം പീസ് എവിടെ? അലീന TV സ്റ്റാൻഡിലേക്ക് ചൂണ്ടിക്കാണിച്ചു. സ്റ്റാൻലി ചെന്ന് ടൈം പീസ് എടുത്തു നോക്കി. അതിൻ്റെ സൂചികൾ ചലിക്കുന്നുണ്ട്. പക്ഷേ സമയം അരമണിക്കൂർ പിന്നോട്ടാക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാൻലി അതെടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ സമയം കറക്റ്റായില്ലേ? പക്ഷേ അലീന ഒന്നും മിണ്ടിയില്ല. സ്റ്റാൻലി നേരെ ഊണുമുറിയിലേക്ക് പോയി. അവിടെ അല്പം സമയം ചുറ്റിപ്പറ്റി നിന്നു. ആൻ്റപ്പൻ ഭക്ഷണം എടുത്തു വെച്ചെങ്കിലും സ്റ്റാൻലിക്ക് അത് കഴിക്കാൻ തോന്നിയില്ല. അയാൾ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ആൻ്റപ്പൻ അലീനയെ സമീപിച്ചിട്ട് പറയുകയാണ്, കേണൽ സാബ് ഒന്നും കഴിക്കാതെ പോയി കളഞ്ഞല്ലോ കുഞ്ഞെ. ഉടനെ അലീന ഊണുമുറിയിൽ ചെന്ന് നോക്കി. സംഗതി ശരിയാണ്. അവൾ ഉടൻ തന്നെ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് എത്തി. അയാൾ മദ്യപിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാം തന്നെ ടീപ്പോയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കണ്ടപ്പോൾ അലീന അകത്തേക്ക് കയറി ചെന്നു. പപ്പ എന്താ ഭക്ഷണം കഴിക്കാതെ പോകുന്നത്? സ്റ്റാൻലി അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറയുകയാണ്. എനിക്ക് വേണ്ടെന്ന് തോന്നി. ഇത് കേട്ട് അലീന വീണ്ടും ചോദിക്കുകയാണ്, അല്ല അങ്ങനെ വേണ്ടെങ്കിൽ പിന്നെന്തിനാ ഊണുമുറിയിലേക്ക് വന്നത്? ആ, അവിടെ വന്നപ്പോഴാണ് എനിക്ക് വേണ്ടെന്ന് തോന്നിയത്. അങ്ങനെ തോന്നാൻ എന്താ പപ്പ കാരണം? അത് വിശപ്പില്ലാഞ്ഞിട്ടോ? സ്റ്റാൻലിയുടെ ഈ മറുപടി കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, ഓ അപ്പോൾ പപ്പയ്ക്ക് ഗർവിക്കാനൊക്കെ അറിയാലേ. എഴുന്നേറ്റ് വാ പപ്പ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്റ്റാൻലിയുടെ മുഖഭാവത്തിലും സംസാരത്തിലും ഒട്ടും മയയില്ല. പക്ഷേ അലീന വിടുന്ന മട്ടില്ല. അവൾ ഉടനെ പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. പപ്പ എഴുന്നേറ്റ് വരണം. അപ്പോഴേക്കും സ്റ്റാൻലിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അലീന. നീ പോയി നിന്റെ പണി നോക്ക്. അതും പറഞ്ഞിട്ട് അയാൾ മധ്യ ഗ്ലാസ് വീണ്ടും എടുത്തു. പെട്ടെന്ന് അലീന ആ കൈത്തണ്ടയിൽ പിടുത്തം മുറുക്കി. എന്നിട്ട് സ്റ്റാൻലിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് പറയുകയാണ്, പപ്പ പ്ലീസ് നമുക്ക് ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കാം. ഇത് കേട്ടിട്ടും സ്റ്റാൻലിക്ക് ഒരു അയവുമില്ല. അയാൾ വീണ്ടും ഗ്ലാസ് എടുത്ത് കുടിക്കാൻ തുടങ്ങിയതോടെ അലീന കയ്യിൽ പിടുത്തം വിട്ടു. അയാൾ അതൊറ്റ വിലക്ക് തീർത്തു. രണ്ടാമതൊരു പെഗ് ഒഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അലീന വീണ്ടും തടഞ്ഞു. പപ്പ പ്ലീസ് എഴുന്നേറ്റ് വാ. ഇല്ല, നീ ഇവിടെ വെറുതെ നിന്ന് സമയം കളയണ്ട, പോവാൻ നോക്ക്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. പപ്പ സോറി, എനിക്ക് മുന്നിലൂർക്ക് പോകണ്ട, ആരെയും കാണണ്ട, എനിക്കൊന്നും വേണ്ട. പപ്പ എൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. ഒന്ന് വാ പപ്പ പ്ലീസ്. സ്റ്റാൻലി കയ്യിലിരുന്ന ഗ്ലാസ് ടീപ്പോയിലേക്ക് വെച്ചു. ഞാൻ തോറ്റ് തന്നില്ലേ പപ്പ, ഇനി എന്തിനാ വാശി? സ്റ്റാൻലി അവളുടെ വിതുമ്പുന്ന മുഖത്തേക്ക് നോക്കി. ഏതോ ഓർഫനേജിൻ്റെ വരാന്തയിൽ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പെൺകുഞ്ഞിൻ്റെ മുഖം അയാൾ അലീനയിൽ കണ്ടു. അയാൾക്ക് സങ്കടം വന്നു. ഓക്കെ ഞാൻ വരാം, അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ എഴുന്നേറ്റു. സ്റ്റാൻലി നോക്കുമ്പോൾ അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു തൂവാല എടുത്ത് അവൾക്ക് കൊടുത്തു. കണ്ണുനീര് തുടച്ചിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അലീന അത് വാങ്ങി കണ്ണും മുഖമൊക്കെ തുടച്ചു. ശേഷം സ്റ്റാൻലിയും കൂട്ടി ഊണുമുറിയിലേക്ക് ചെന്നു. അവൾ തന്നെ പപ്പയ്ക്ക് ഭക്ഷണം എല്ലാം വിളമ്പിക്കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായനും അങ്ങോട്ട് വന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ സ്റ്റാൻലിക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനുമെല്ലാം നഷ്ടപ്പെട്ട രുചി ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന്. ഇടയ്ക്ക് അയാൾ അലീനയോട് പറയുകയാണ്, ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത് അവിടെയുള്ളവർക്ക് നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ അനുജന്മാർക്കും അവരുടെ ഭാര്യമാർക്കും നീ ഒരു പരിഹാസപാത്രമായിരിക്കും. അപ്പം അലീന പറയുന്നുണ്ട്, അയ്യോ പപ്പ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോകണ്ട, ഇനി അതേപ്പറ്റി സംസാരിക്കണോ? അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ ഇഷ്ടമില്ലാത്തവരുടെ ഇടയിൽ നീ ആകെ വിഷമിച്ചു പോകും, അതുകൊണ്ടാണ് പപ്പ പോകണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഔതക്കുട്ടിച്ചായും പറയുന്നുണ്ട്, എന്നും ഇങ്ങനെ ഈ ഇഷ്ടക്കേടിൽ ഇരുന്നാൽ മതിയോ? ഈ ഇഷ്ടക്കേടൊക്കെ ഒന്ന് മാറണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും വർത്തമാനം പറഞ്ഞൊക്കെയല്ലേ അത് മാറുന്നത്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ മോളെ അവിടെ ആരും തട്ടിക്കളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഔതക്കുട്ടിച്ചായും പറയുന്നുണ്ട്, ആര് തട്ടിക്കളിക്കുന്നു? നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഇവൾ അവിടെ ചെല്ലുന്നതും അവരെല്ലാം കൂടി ഇവളുടെ മേത്തോട്ട് ചാടി കയറാൻ നിൽക്കുവാണെന്ന്. നിന്റെ മോളുടെ ദേഹത്ത് തൊടാൻ നിന്റെ അനുജന്മാരിൽ ആരെങ്കിലും ധൈര്യപ്പെടോടാ? ഈ മുറ്റത്ത് കാല് കുത്തരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും അവളെ ഇറക്കി വിടുമോ? അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കും, പക്ഷേ ചില കുത്തുവാക്കുകളൊക്കെ പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഹാ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും കുത്തുവാക്ക് പറയാൻ തോന്നൂല അലിച്ച. അപ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അല്ല അപ്പച്ച എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, അപ്പച്ചന് വേറെ ഒരു പണിയുമില്ലേ? അപ്പച്ചനാണോ ഇവളുടെ മനസ്സിൽ ഓരോന്നിങ്ങനെ കുത്തിവെക്കുന്നത്? അത്രയും കേട്ടപ്പോഴേക്കും ഔതക്കുട്ടിച്ചായന് ദേഷ്യം വന്നു. അതേടാ ഞാൻ തന്നെയാ, അതിനെന്തത്ര കുഴപ്പം? നീ എന്നു മുതലാ ഇത്ര വലിയ കേണലായത്? രണ്ടുപേരും ഒരു വഴക്കിനുള്ള പുറപ്പാടാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന രണ്ടുപേരുടെ ഇടയിൽ നിന്ന് തൊഴു കൈകളോടെ പറയുകയാണ്, രണ്ടാളും ഒന്ന് നിർത്തുവോ? എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ രണ്ടാളും വഴക്കടിക്കരുത്. എനിക്ക് പുനലൂർക്ക് പോകണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. എൻ്റെ സ്വന്തക്കാരെയൊക്കെ ഒന്ന് കാണാനും മിണ്ടാനും എനിക്കൊന്ന് ആഗ്രഹം തോന്നിപ്പോയി. ആരുമില്ലെന്ന് കരുതി 10-23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചതല്ലേ. എല്ലാവരും ഉണ്ടെന്നറിഞ്ഞപ്പോൾ കാണാനൊരു കൊതി തോന്നി. ഇപ്പം അതും ഞാനങ്ങ് പിൻവലിച്ചു.
എനിക്ക് എങ്ങോട്ടും പോകണ്ട. ഇവിടെയുള്ളവരെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഇരുന്നാൽ മതി. പെട്ടെന്ന് ഡൈനിങ് റൂം ആകെ നിശബ്ദമായി. അവധക്കുട്ടിച്ചായനാണെങ്കിൽ ധൃതിയിൽ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോയി. സ്റ്റാൻലിയുടെ ഭക്ഷണത്തിന്റെ വേഗത കുറഞ്ഞു. ആഹാരം കഴിക്കുന്നതിനിടയിൽ അയാൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അലീന പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്ക് പോയി. അപ്പോഴും സ്റ്റാൻലി ഡൈനിങ് റൂമിൽ തന്നെ നിൽപ്പുണ്ട്. ഇടയ്ക്ക് കിച്ചണിൽ വന്ന് നോക്കുന്നുണ്ട്. അലീനയ്ക്ക് അത് കണ്ട് ആശ്ചര്യമായി. അവൾ പപ്പയോട് ചോദിക്കുന്നുണ്ട്, എന്താ പപ്പ, എന്തെങ്കിലും വേണോ? ചൂടുള്ളോ മറ്റോ? ഒന്നും വേണ്ട. ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത് നിനക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. പപ്പ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവളുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. മഴത്തോരു മുമ്പ് എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാമുഹൂർത്തങ്ങളാണ്. സ്റ്റാൻലി തന്നെ അലീനയെ പുനലൂര് കൊണ്ടാക്കുന്നുണ്ട്. തുടർന്ന് സംഭവബഹുലമായ കഥാസന്ദർഭങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്